അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. തലേന്ന് കുറച്ച് കടായി ബാക്കി വന്നപ്പോൾ അത് വേഗം തന്നെ ചൂടാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പത്തിരിക്കുള്ള മാവൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വേഗം വന്നിട്ട് ഇതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തു. തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇതാ പൊടി ഇടുകയാണ് കേട്ടോ. പത്തിരിപ്പൊടി ഒന്ന് കൈ തൊടുന്ന സമയത്ത് പൊള്ളാത്ത രീതിയിലാവുമ്പോഴാണ് ഒന്ന് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ കൈ വെക്കുമ്പോൾ പൊള്ളാത്ത രീതിയിൽ തന്നെ ചൂടാറിയിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല പോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താലേ പിന്നെ പത്തിരി ചുടുന്ന സമയത്ത് നന്നായിട്ട് പൊന്തി വരുള്ളൂ കേട്ടോ, പൊള്ളി വരുള്ളൂ. ഇന്ന് ഞാൻ എന്നും സാധാ പത്തിരി ചുടും പോലെയാണ് കേട്ടോ ചുടുന്നത്. പക്ഷേ ഇന്ന് ഞാൻ നെയ്യൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു പത്തിരി തന്നെയാണ് കേട്ടോ. അപ്പം നല്ല പോലെ സോഫ്റ്റായിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്ന് ഇതാ എടുത്തിട്ട് അത്യാവശ്യം കുറച്ചൊരു വലുപ്പത്തിൽ തന്നെ ബൗൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. പത്തിരീൻ്റെ മാവ് കുഴച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അടുപ്പൊക്കെ ഒന്ന് നല്ല പോലെ കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചട്ടി പെട്ടെന്ന് ചൂടായി കിട്ടി. വേറെ അടുപ്പിൽ ഞാൻ ചോറിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായപ്പോൾ ഇതാ പത്തിരി ഓരോന്നായിട്ട് പരത്തിയിട്ട് ചുട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പോലെ തന്നെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നെയ്യൊക്കെ തേച്ചിട്ട് ഇതാ നമ്മൾ പത്തിരി ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാം പൊള്ളി വന്നതിന് ശേഷം ഇതാ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഒന്ന് മാത്രം ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുത്തതാണ്. പിന്നെ എനിക്ക് തോന്നിയ സമയം കുറച്ച് കൂടുതലാണ് എന്ന് തോന്നിയപ്പം വേഗം വന്നിട്ട് എല്ലാത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ചോറിനുള്ള വെള്ളം നല്ല പോലെ കാഞ്ഞപ്പോൾ അതിലേക്ക് അരി കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ അരിയൊക്കെ കേക്കിയിട്ട് ഇതാ നമ്മൾ അടുപ്പത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ നിന്ന് കുക്കായിക്കോളും. അപ്പോഴേക്കും ഇതാ ഓരോ പത്തിരിയായിട്ട് ചുട്ടെടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പിന്നെ പത്തിരി നെയ്യൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. ചൂടോട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ചിക്കൻ കറി അങ്ങനത്തെ എന്തെങ്കിലും ബീഫൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അങ്ങനെ ഇതാ നമ്മൾ പത്തിരി ചൂടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് വേഗം ഉപ്പേരി ആക്കിയെടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഇത് മോൻക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ ചോറും കാര്യങ്ങളൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് വേഗം ഊറ്റിയെടുക്കുന്നുണ്ട്. ചോറ് ഊറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം അതാ ചായ കുടിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. അത് ചിക്കൻ കടായും പിന്നെ പത്തിരിയും കൂട്ടിയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു കോംബോ കൂടിയാണ്. അതൊക്കെ കഴിഞ്ഞ് ഇതാ വേഗം വന്ന് അകത്തേക്ക് വന്നപ്പം മൊത്തത്തിലൊന്ന് തട്ടിക്കൊട്ടി അടിച്ചരിയിടുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് അടുക്കി പൊറുക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചരി എടുക്കുന്നത്. പിന്നെ ഞങ്ങളെ റൂമിൽ നിന്ന് നേരെ നോക്കിയാൽ ഇങ്ങനെ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ജനലൊക്കെ നമ്മൾ വീട്ടിൽ എന്നും രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ തുറന്നിട്ടാൽ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ ജനലൊക്കെ തുറന്നപ്പോൾ കാണുന്ന കാഴ്ചയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നെയ്നുക്ക് അമൃതപ്പൊടി വരികി കൊടുക്കായിരുന്നു കേട്ടോ. ആദ്യമൊന്നും ഇവൾ കഴിക്കാൻ കൂട്ടാക്കാറില്ല. ഇപ്പം ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവന് കൂട്ടാക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അമൃതപ്പൊടിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവളെ നന്നായിട്ട് ഉറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വേഗം വന്നിട്ട് ഇതാ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരി എടുക്കുകയാണ്. ഇന്നധികം മുറ്റത്തേക്കുള്ള പണികളാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത്. ചില ദിവസങ്ങളിലാണ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്ത് ചെയ്യാനുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാറുള്ളത്. ഇന്നിതാ നമ്മൾ അത്യാവശ്യം നല്ല പോലെ മഴ പെയ്തപ്പം ഇറയത്ത് കുറച്ച് വിറക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കുറച്ചുകൂടി ഒന്ന് ഉണങ്ങാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടുപ്പിൽ നമ്മൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കണലുണ്ടായിരുന്നല്ലോ. വല്ലാതെ തീയൊന്നുമില്ല കേട്ടോ, കണൽ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ 2-3 മട്ടലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ പണ്ട് കാലത്ത് വിറക് ഉണക്കുന്ന രീതിയാണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ മഴയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്യും കേട്ടോ, വെയിലത്തിട്ടാൽ ഉണങ്ങില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മളെ തീൻ്റെ കണലിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ കുറച്ചൊരു ചൂടുണ്ടാവും കേട്ടോ. പിന്നെ കത്തിക്കുമ്പോൾ നല്ല പോലെ തന്നെ കത്തിക്കിട്ടെ. അപ്പോൾ ഇതാ കുറച്ച് കീറിയ വിറകൊക്കെ ഉണ്ടായിരുന്നേ, അത് വേഗം എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഈ കീറിയ വിറകും നമ്മൾ ഉണക്കാൻ വെച്ചിട്ടുള്ള വിറകുണ്ടല്ലോ അതും കൂടി കൂട്ടി മിക്സാക്കി കൊടുത്താൽ പിന്നെ നല്ല പോലെ തീ കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ വിറകും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഇതാ നമ്മളത് എടുത്ത പാടെ വേഗം അതിൻ്റേതായ സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ എന്താ ഞാൻ വേഗം വന്നിട്ട് മൊത്തത്തിലൊന്ന് തുടച്ച് നേരത്തെ തന്നെ അടിച്ചാരിയിട്ടുകൊണ്ട് ഇനി തുടക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൊലായിൽ വന്നിട്ടാണ് തുടച്ചെടുക്കുന്നത്. അത്യാവശ്യം നല്ല പോലെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മഴ പെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്ര വലിയ സീനും ഇല്ല. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അടുപ്പിച്ച് കുറച്ച് വെയിലുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇത് എൻ്റെ അടുക്കളേൻ്റെ ആ ഒരു ഏരിയ ആണ്. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല പോലെ കച്ചറ ആവാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്നും ഡെയിലി തുടച്ച് പോകാമെന്നല്ലാതെ ഡീപ്പായിട്ടുള്ള ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാണ് കേട്ടോ. പണ്ടേ അങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കാറുള്ളത്. അങ്ങനെ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഇതുപോലത്തെ ഇത് കുറ്റിച്ചൂലൊക്കെ എടുത്തിട്ട് നല്ല കുറ്റിച്ചൂല എടുത്തിട്ട് വെള്ളം ഒഴിച്ച ഭാഗത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് അങ്ങനെ ചൂല് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ. എന്നാലേ നല്ലൊരു വൃത്തിയായിട്ട് തോന്നും. ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പം നല്ല പോലെ അത് അടിച്ചരിയത്തതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ മോപ്പ് ഉപയോഗിച്ച് ഒരു 4-5 പ്രാവശ്യം തുടച്ചെടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇവിടെയുള്ള മൊത്തം വെള്ളം നമ്മൾ ഈ ഒരു മോപ്പിൽ കിട്ടുകയും ചെയ്യും, നല്ല വൃത്തിയാവുകയും ചെയ്യും കേട്ടോ. ഇങ്ങനെ വൃത്തിയാക്കിയാൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാവി ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ അടിച്ചാരി വൃത്തിയാക്കിയതാണ് കേട്ടോ. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.